അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ലെന്ന് ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ജീവനോടെ പുറത്തെത്തിയ വാർത്ത പുറത്തുവന്നത്. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ രമേശ് വിശ്വാസ് കുമാർ ബുച്ചർവാദയാണ് ഏവരെയും അത്ഭുതപ്പെടുത്തി അപകടത്തെ അതിജീവിച്ചത്. 242 പേരുമായി കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച ഒരേയൊരാൾ. 242 പേരുമായി കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച ഒരേയൊരാൾ. വലതുവശത്ത് വിമാനച്ചിറകിന് മുന്നിൽ ജനലിനോട് ചേർന്ന 11A സീറ്റിലിരുന്ന വിശ്വാസിന് തീ പടരുന്നതിന് മുൻപ് പുറത്തു കടക്കാൻ കഴിഞ്ഞതാണ് രക്ഷയായത്. കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നായിരുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. ഒപ്പം സഞ്ചരിച്ച രമേശിന്റെ സഹോദരൻ മരണപ്പെട്ടു. ഇപ്പോഴത്തെ വിമാനാപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട് തായ്ലൻഡ് നടനും ഗായകനുമായ റുവാം ഗ്ലാക്സ് പങ്കുവച്ച വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. 27 വർഷങ്ങൾക്ക് മുമ്പ് താൻ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവമാണ് റുവാം ഗ്ലാക്സ് പങ്കുവച്ചത്. അന്ന് നടൻ ഇരുന്നതും 11A സീറ്റിലായിരുന്നു. 1998 ഡിസംബർ 11 ദക്ഷിണ തായ്ലൻഡിലാണ് വിമാനാപകടം ഉണ്ടായത്. ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ തായ് എയർവേസ് ഫ്ലൈറ്റ് DG-261 ഒരു ചതുപ്പിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 146 പേരിൽ 101 പേർ മരിച്ചു. അന്ന് 20 വയസ്സായിരുന്നു റുവാം ഗ്ലാക്സിന്. എയർ ഇന്ത്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേയൊരു യാത്രക്കാരനായ വിശ്വാസ് 11A സീറ്റിലാണ് ഇരുന്നത് എന്ന് കേട്ടപ്പോൾ തനിക്ക് മരവിപ്പ് അനുഭവപ്പെട്ടുവെന്ന് നടൻ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. തന്റെ പക്കൽ അന്നത്തെ ബോർഡിംഗ് പാസ് ഇല്ലെങ്കിലും അന്നത്തെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പത്രവാർത്തകളിൽ തന്റെ സീറ്റ് നമ്പറും ഉണ്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി. വിശ്വാസ് കുമാർ രക്ഷപ്പെട്ട വാർത്തയറിഞ്ഞപ്പോൾ തന്റെയും അദ്ദേഹത്തിന്റെയും സീറ്റ് നമ്പറുകളിലെ സാമ്യത കണ്ട് അമ്പരന്നു പോയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഒരു വിമാന ദുരന്തത്തിലെ അതിജീവിച്ചയാൾ. അദ്ദേഹവും എന്റേതിന് സമാനമായ സീറ്റിലായിരുന്നു ഇരുന്നത്. 11A അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അപകടത്തിന് ശേഷമുള്ള തന്റെ ജീവിതത്തെ രണ്ടാം ജീവിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അനുശോചനവും അറിയിച്ചു. വിമാനാപകടത്തിന് ശേഷം വർഷങ്ങളോളം താൻ അനുഭവിച്ച ആഘാതത്തെയും അതിജീവിച്ചയാളുടെ കുറ്റബോധത്തെയും കുറിച്ച് നടൻ നിരവധി അവസരങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം പിന്നീട് വിമാനയാത്ര നടത്തിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരമാണ് പ്രഖ്യാപിച്ചത്. വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി 290 കോടി രൂപയോളമാണ് ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നത്. എന്നാൽ വിമാനത്തിന്റെ ഇൻഷുറൻസ് തുക താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ വ്യോമയാന മേഖലയിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാരങ്ങളിൽ ഒന്നാണ് ക്ലെയിം ചെയ്യാൻ ഒരുങ്ങുന്നത്. എയർ ഇന്ത്യ അപകടത്തിന്റെ നഷ്ടപരിഹാരത്തിന്റെ മൂല്യം 2400 കോടി രൂപയോളം വരുമെന്നാണ് സൂചന. വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി 290 കോടി രൂപയോളമാണ് ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നത്. യാത്രക്കാരുടെ മറ്റ് ഇൻഷുറൻസുകൾ കൂടാതെയാണിത്. ഈ രംഗത്തെ ഏറ്റവും വലിയ വ്യോമയാന ക്ലെയിമുകളിൽ ഒന്നായും അഹമ്മദാബാദ് അപകടത്തിന്റെ ക്ലെയിം തുക മാറും. 2400 കോടി രൂപയോളം വരുന്ന തുകയാണ് മൊത്തം വിതരണം ചെയ്യേണ്ടതായി വരിക.